ഹായ്, അപ്പോൾ നമ്മൾ ഇതുവരെ വീഡിയോയിൽ ഓൾമോസ്റ്റ് ടോപ്പ് 10 8 വരെ നമ്മൾ കവർ ചെയ്തു. ഉള്ളത് 9th 10th ആണ്, അതായത് 2021. യെസ്, 9th 10th ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം അതിന് മുമ്പ് കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, പുതിയ ടോപ്പ് 10 കാര്യങ്ങളും ഒക്കെ ആയിട്ട്. നമ്മളുടെ ടോപ്പ് 10 2025 വെർഷൻ റിലീസ് ആയിട്ടുണ്ട്. നമ്മളുടെ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്പ് ടോപ്പ് 10 2021 ഇറങ്ങിയ വേർഷനാണ്. 21 തൊട്ടിട്ട് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വാസ്പിന്റെ ടോപ്പ് 10 2021 വേർഷൻ ആയിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഡേറ്റ് ഇന്നിപ്പോൾ 7th November ആണ്. അതായത് ഇന്നലെ 6th November 2025 റിലീസ് ചെയ്ത് വാസ്പ് ടോപ്പ് 10. അപ്പോൾ പുതിയ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പുതിയ ലിസ്റ്റിന്റെ കാൻഡിഡേറ്റ് ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാൻഡിഡേറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം അതിനകത്ത് ഇനി PRs വരാണ്ട് പബ്ലിക് റെസ്പോൺസും കൂടെ വരും. അതുകൂടെ വന്നതിന് ശേഷം 20th November വരെയാണ് പബ്ലിക് റെസ്പോൺസസ്. അപ്പോൾ അതുകൂടെ വന്നതിന് ശേഷം അവരൊരു ഫൈനൽ ലിസ്റ്റ് റിലീസ് ചെയ്യുക. മോസ്റ്റ്ലി November end വീക്കോടുകൂടി ഫൈനൽ ലിസ്റ്റ് റിലീസ് ചെയ്യേണ്ടതാണ്. November end വീക്ക് അല്ലെങ്കിൽ December 1st വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഫൈനൽ ലിസ്റ്റ് റിലീസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ കറന്റ് 2025 ലിസ്റ്റ് ഉണ്ട്. എൻ്റെ കാൻഡിഡേറ്റ് ലിസ്റ്റ് പ്രകാരം 2021 2025 തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്ന് പറയാൻ ആകെ ഒരു വൾണറബിലിറ്റി ഉള്ളൂ. ബാക്കിയെല്ലാം ലൈക്ക് അസിനോ വാസ്പ് ടോപ്പ് 10 ലിസ്റ്റിൽ ഫ്രം A01 A02 A03 ആ ലിസ്റ്റിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് A01 ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹയസ്റ്റ് പ്രയോറിറ്റി വൾണറബിലിറ്റി. അതായത് ആ ലിസ്റ്റ് ഓർഡറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓർഡർ കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ്. ഏറ്റവും ഫസ്റ്റ് ഉള്ളത് ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റിയും 10th ലെവലിലുള്ള ലീസ്റ്റ് പ്രയോറിറ്റിയും എന്നാണ് കണക്ക്. ലിസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് 10 ലിസ്റ്റ് വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള വൾണറബിലിറ്റികളിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 10 വൾണറബിലിറ്റികളാണ്. ആ 10 ലീസ്റ്റ് പ്രയോറിറ്റിയുള്ള വൾണറബിലിറ്റിയാണ് 10th കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ ഓർഡറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോ വർഷം ഇത് അപ്ഡേറ്റഡ് ആകുമ്പോഴും ആ ഒരു വർഷം തൊട്ട് ഇപ്പോൾ 2021 തൊട്ട് 2025 വരെയുള്ള പല സ്റ്റഡീസ് അല്ലെങ്കിൽ റിസർച്ച് അല്ലെങ്കിൽ സർവേസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള വൾണറബിലിറ്റി അതിനെ കുറച്ചുകൂടെ മേളിലേക്ക് കയറ്റും. അങ്ങനെ ഒരു ഓർഡർ ചേഞ്ച് 2025 ലിസ്റ്റിൽ കാണാൻ പറ്റും. അതല്ലാതെ കംപ്ലീറ്റ്ലി മാറ്റി പുതിയത് കൊണ്ടുവന്നിട്ടുള്ള ഒരു വൾണറബിലിറ്റി 10th വൾണറബിലിറ്റി SSRF വൾണറബിലിറ്റിയാണ്. SSRF ആയിരുന്നു 2021 ലിസ്റ്റിലെ 10th കടന്നിരുന്ന A10 വൾണറബിലിറ്റി സർവർ സൈഡ് റിക്വസ്റ്റ് ഫോർജൽ അല്ലെങ്കിൽ SSRF ആയിരുന്നു. അത് 2025 ലിസ്റ്റിലേക്ക് വരുമ്പോൾ 10th എന്ന് പറയുന്നത് മിസ് ഹാൻഡ്ലിംഗ് ഓഫ് എക്സെപ്ഷണൽ കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു വേറൊരു കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറി മാത്രമാണ് റീപ്ലേസ്ഡ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം എക്സാക്ട്ലി സെയിം തന്നെയാണ്. ചെറിയ പേരുകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഓർഡറും മാറിയിട്ടുണ്ട്, പക്ഷേ കോൺസെപ്റ്റ് റിമെയിൻസ് ദ സെയിം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് പറയാനില്ല. നമ്മൾ 2021 ആണ് ഡിസ്കസ് ചെയ്തെങ്കിലും ഏകദേശം സെയിം കൈൻഡ് ഓഫ് വൾണറബിലിറ്റിയാണ്. ചെറിയ മാറ്റങ്ങൾ ഉണ്ടില്ലെന്ന് ഒരിക്കലും പറയില്ല. ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പുതിയ കുറച്ച് സെനേറിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒരു ബ്രോഡർ ആയിട്ടുള്ള കാറ്റഗറിയിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷേ കോർ കോൺസെപ്റ്റ് റിമെയിൻസ് ദ സെയിം. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. കോർ കോൺസെപ്റ്റ് എന്താണോ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതൊക്കെ തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതൊരു കാൻഡിഡേറ്റ് ലിസ്റ്റ് ആണ്, ഫൈനൽ ലിസ്റ്റ് അല്ല. ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ്ഡ് ആവണം. കാൻഡിഡേറ്റ് ലിസ്റ്റ് പ്രകാരം ഇങ്ങനെയാണ്. പിന്നെ ആകെയുള്ളത് SSRF പകരം മിസ് ഹാൻഡ്ലിംഗ് ഓഫ് എക്സെപ്ഷണൽ കണ്ടീഷൻസ് വന്നു എന്നുള്ളത് മാത്രമാണ്. ബാക്കിയെല്ലാം റിമെയിൻസ് ദ സെയിം. അപ്പോൾ ഇത് റിലീസ് ആയിട്ടുള്ളത് November 6th 2025 November 6th ഇത് റിലീസ് ആയിട്ടുള്ളത്. സോ ദാറ്റ്സ് വാട്ട് 2025. എനിവേ നമുക്ക് നമ്മുടെ 2021 ലിസ്റ്റിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 8th സോഫ്റ്റ്വെയർ ആൻഡ് ഡാറ്റ ഇന്റഗ്രിറ്റി ഫെയിലിയർ വരെയാണ്. അത് കഴിഞ്ഞാൽ 9th വൾണറബിലിറ്റി എന്ന് പറയുന്നത് സെക്യൂരിറ്റി ലോഗിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നതാണ് 9th വൾണറബിലിറ്റി. വെറും 6 മാസം കൊണ്ട് വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് IT ഫീൽഡിൽ കടക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. കാരണം നമ്മൾ പ്രോട്ടോടൈപ്പ് എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് റോഡ് മാപ്പ് റെഡിയാക്കി തരും. അതിന് പുറത്ത് എന്തൊക്കെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, അതിന് പുറത്ത് നമ്മുടെ ട്യൂട്ടോറിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ സ്കിൽസ് എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് റെസ്യൂം പ്രിപ്പയർ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതിനുശേഷം ഇന്റർവ്യൂവിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മോക്ക് ഇന്റർവ്യൂസും തരുന്നതാണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏതൊരു ഡൊമൈനും ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ അടിപൊളിയാക്കാൻ വേണ്ടി ഓരോ മാസവും നിങ്ങൾക്ക് കരിയർ ഗൈഡൻസ് സെഷൻസ് ഉണ്ടായിരിക്കും. കോഡിംഗ് പഠിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട്സ് വരും. ഈ ഡൗട്ട്സ് വരുന്നത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ 1-on-1 ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. ബേസിക് ആയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ മുതൽ അഡ്വാൻസ്ഡ് ടോപ്പിക് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ കിട്ടും. അപ്പോൾ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് എന്താണ് ബെനിഫിറ്റ്സ് എന്ന് നമ്മൾ ലോഞ്ചിങ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 6 മാസത്തെ മെമ്പർഷിപ്പ് 1 വർഷത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി prototype.com വിസിറ്റ് ചെയ്യുക. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. അത് മാത്രമല്ല, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും
കിട്ടുന്നതാണ്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എന്ന് പറയുന്നത് നമ്മളൊരു ഡിജിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഒരു സെർവർ ആയിക്കോട്ടെ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആയിക്കോട്ടെ, ഒരു ലാപ്ടോപ്പ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് എന്ത് തന്നെയാണെങ്കിലും ഇതിന് പ്രോപ്പർലി മോണിറ്ററിംഗ് ഇല്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ? അപ്പൊ നമ്മൾ പ്രോപ്പർലി ഇതിനെ മോണിറ്റർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് നടക്കുന്നു എന്ന് നമ്മൾ അറിയില്ല. നമ്മൾ ഇതിനെ മോണിറ്റർ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ആരും അറ്റാക്ക് ചെയ്യുന്നില്ല, ഡീറ്റെയിൽ അസറ്റ് Whatever. മാത്രമല്ല, എല്ലാ പ്രോപ്പർട്ടീസിനും ഒരു എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മോണിറ്ററിംഗ് വേണം. ഇപ്പൊ ഒരു വീടുണ്ടെങ്കിൽ ആ വീടിനൊരു മോണിറ്ററിംഗ് ആവശ്യമാണ്. അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയില്ല. അപ്പൊ ആ ഒരു 24/7 into 365 മോണിറ്ററിംഗ് ആണ് സെക്യൂരിറ്റി ലോഗിങ് ആൻഡ് മോണിറ്ററിംഗ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രോപ്പർലി നമ്മൾ മോണിറ്ററിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാത്തതുകൊണ്ട് അവിടെ നടക്കുന്ന പലതും നമ്മൾ അറിയില്ല. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യയുടെ ഇതിലുണ്ടായ 2021 നടന്ന അറ്റാക്കാണ് എയർ ഇന്ത്യയിൽ. എയർ ഇന്ത്യയുടെ ഡാറ്റ ബ്രീച്ച് 2021 വർഷങ്ങൾക്ക് മുമ്പാണ്, 4 വർഷം മുമ്പാണ്. 4 വർഷം മുമ്പ് 2021 ബ്രീച്ച് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡാറ്റ ബ്രീച്ച് നടക്കുമ്പോൾ എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് 2021 ശരിക്കും നടന്നത്. ഇത് ശരിക്കും സംഭവിക്കുന്നത് ഈ ബ്രീച്ചിന്റെ ഒരു ടൈം ലൈൻ ഇതിനകത്ത് നോക്കി, ഇത് BBC-യുടെ ന്യൂസ് ആണ്. ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ 26 ഓഗസ്റ്റ് 2011 ആൻഡ് 20 ഫെബ്രുവരി 2021, അതായത് 21 ഓഗസ്റ്റ് 2011 മുതൽ 21 ഫെബ്രുവരി വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഇൻഫർമേഷൻ ആണ് ലീക്ക് ചെയ്തിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ഏകദേശം 10 വർഷത്തെ ടൈം ഗ്യാപ്പ്. ആ 10 വർഷത്തെ ടൈം ഗ്യാപ്പിലുള്ള ആൾക്കാരുടെ ഇൻഫർമേഷൻ ലീക്ക് ആയിട്ടുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഈ 10 വർഷത്തെ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ എയർ ഇന്ത്യക്ക് ഇത് അറിയില്ലായിരുന്നു. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സെനാറിയോ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇതറിയില്ലായിരുന്നു. ഇവര് ഇങ്ങനെ ഒരു ഡാറ്റ ബ്രീച്ച് നടന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡാറ്റ ബ്രീച്ച് നടക്കുന്നുണ്ടെന്നുള്ളതോ ആരറിഞ്ഞില്ല. എയർ ഇന്ത്യ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവരിത് പ്രോപ്പർലി അറിഞ്ഞിട്ടില്ല. ഏകദേശം വർഷങ്ങളുള്ള അറ്റാക്കേഴ്സ് അവിടെ റിസൈഡ് ചെയ്യുകയും അവിടെ നിന്ന് ഡാറ്റ സ്റ്റീൽ ചെയ്യുകയും ചെയ്തു. അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരറിഞ്ഞില്ല. പ്രോപ്പർ ലോഗിങ്ങോ മോണിറ്ററിങ്ങോ സിസ്റ്റംസ് ഉണ്ടായിരുന്നെങ്കിൽ അവരറിഞ്ഞിട്ടുണ്ടാവും. അവരറിഞ്ഞില്ല. ഇവരറിയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹു വാസ് നോട്ടിഫൈഡ് ദ തേർഡ് പാർട്ടി ക്ലൗഡ് ഹോസ്റ്റിംഗ് പ്രൊവൈഡർ വാസ് ദ വൺ who notified the airline. ഒരു തേർഡ് പാർട്ടി ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ ആണ് ഇങ്ങനത്തെ അറ്റാക്ക് നടക്കുന്നുണ്ടെന്നും അത് ആരെ അറിയിക്കുന്നത്? എയർ ഇന്ത്യ അറിയിക്കുന്നത്. അതായത് എയർ ഇന്ത്യയുടെ ഓൺ സിസ്റ്റംസ് അല്ല അത് തിരിച്ചറിഞ്ഞതോ അത് ഫ്ലാഗ് ചെയ്തതോ. എയർ ഇന്ത്യയുടെ ഓൺ സിസ്റ്റംസ് അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ സിസ്റ്റംസ് അത് തിരിച്ചറിയോ ഫ്ലാഗ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതാരാണ് തിരിച്ചറിഞ്ഞത്? ഒരു തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡറാണ് പറയുന്നത്, ഓക്കെ നിങ്ങളുടെ സെർവറിൽ ഇങ്ങനത്തെ അറ്റാക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ലോഗിങ് ഫെയിലിയേഴ്സിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോണിറ്ററിംഗ് ഫെയിലിയേഴ്സിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഒരു അറ്റാക്ക് നടക്കുന്നതിനെക്കാട്ടിലും വലിയ പ്രശ്നമാണ് അറ്റാക്ക് നടന്നത് നമ്മൾ അറിയാതിരിക്കുന്നത്. അറ്റാക്ക് നടന്നു കഴിഞ്ഞു, ഓക്കെ, നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് പിന്നീട് വരാതിരിക്കാനുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ ചെയ്യും. ഇൻസിഡന്റ് റെസ്പോൺസ് എന്ന് പറയുന്ന പ്രോസസ്. അതായത് നമ്മൾ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കും, അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുക, ആ റൂട്ട് കോസിനെ ഇല്ലാണ്ടാക്കും. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ അറ്റാക്ക് നടക്കില്ല. പക്ഷെ ഒരു അറ്റാക്ക് നടന്നത് നമ്മൾ അറിയുക പോലും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ? എപ്പോൾ വേണമെങ്കിലും വീണ്ടും അറ്റാക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ അവിടെ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ടെന്ന്. അത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാര്യം നമ്മൾ അറിയാത്ത പക്ഷം നമുക്ക് അതിനെതിരെ ഒരു പ്രിവെന്റീവ് മെഷർ എടുക്കാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വളരെ നമ്മൾ അറിയുന്നില്ല. ഒരു മോസ്റ്റ് സിസ്റ്റങ്ങൾക്കും നമ്മളിപ്പോ ഒരു സോക്ക് ആർക്കിടെക്ചർ എന്നുള്ള സാധനം സെറ്റ് ചെയ്യുമല്ലോ, ഡിഫെൻസീവ് മെക്കാനിസം നമ്മൾ സെറ്റ് ചെയ്യുമല്ലോ. അപ്പം ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിന് ആ ഡിഫെൻസീവ് മെക്കാനിസം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. കാര്യം അങ്ങനെ ഒരു സിസ്റ്റം അവർ ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അവർ അങ്ങനെ ഒരു സിസ്റ്റം ഈ പറയുന്ന പോലെ സോക്കോ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് റെസ്പോൺസോ അല്ലെങ്കിൽ ഒരു മോണിറ്ററിംഗ് ഒരു കോൺസെപ്റ്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവരെന്ത് ചെയ്തേനെ? ഇങ്ങനൊരു ഡാറ്റ മിസ്സാവുന്നുണ്ട് അല്ലെങ്കിൽ മിസ്സായി പോകുന്നുണ്ട് എന്ന് അറിഞ്ഞേനെ. എന്തോ ചിലപ്പോൾ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? സെയിം ഇഷ്യൂ ഉണ്ടാവും. കാര്യം അവരെ അറിയുന്നില്ല. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു CCTV കൊണ്ടുവച്ചു, നമ്മളുടെ വീട് മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മളൊരു CCTV വെച്ചു. നമ്മൾ CCTV അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു ടൂർ പോയെന്ന് വെച്ചു. നമ്മളൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ പക്ഷേ CCTV വെച്ചു, പക്ഷെ അതിനകത്ത് റെക്കോർഡിംഗ് നമ്മൾ ഇനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ CCTV അവിടെ ഉണ്ട്, അത് ലൈവ് വ്യൂ നമുക്ക് കാണിച്ചു തരുകയും ചെയ്യും. പക്ഷെ റെക്കോർഡിംഗ് ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റി? നമ്മൾ കാണാം, നമ്മൾ 24 hour നോക്കിയിരിക്കല്ലോ. നമ്മൾ കാണാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നോക്കാത്ത സമയത്ത് വിഷ്വൽസ് നമുക്ക് പിന്നീട് ഒരിക്കലും കാണാൻ പറ്റില്ല. കാര്യം റെക്കോർഡ് ചെയ്തിട്ടില്ല, ആകെ ലൈവ് വ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉണ്ടോ? ഉണ്ട്. അവിടെ ഒരു CCTV ഉണ്ട്, പക്ഷെ ആ CCTV എന്ത് ചെയ്യുന്നില്ല? റെക്കോർഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ള അറിയാനൊരു വഴി നമ്മളുടെ വേറൊരു പ്രശ്നം വരില്ല. ഇപ്പം CCTV കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു മെക്കാനിസം ഉണ്ട്, ബട്ട് അത് മോണിറ്റർ ഇല്ലെങ്കിലും പ്രശ്നമില്ല. അതെ, റെക്കോർഡഡ് ആണ്, എല്ലാ ലോഗുകളും ഉണ്ട്, വന്നു പോയ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ട്. നമ്മളതൊരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ അത് വെരിഫൈ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അതൊരു 1-2 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നു. പക്ഷെ നമ്മളത് നോക്കാതിരുന്നാൽ അഗൈൻ സെയിം പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ ഒരു കോൺസെപ്റ്റുകളാണ് നമ്മൾ മോണിറ്ററിംഗ് ആൻഡ് ലോഗിങ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒന്നെങ്കിൽ സിസ്റ്റം ഇല്ലാതിരിക്കുക, അതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. സിസ്റ്റം ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. 2, സിസ്റ്റം ഉണ്ട് പക്ഷേ നമ്മൾ അതിനെ പ്രോപ്പർലി കോൺഫിഗർ ചെയ്യാത്തൊരവസ്ഥ. 3,
സിസ്റ്റം ഉണ്ട്, പ്രോപ്പർലി കോൺഫിഗർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വെരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനോ ആരും ഇല്ലാത്തൊരവസ്ഥ. ഇങ്ങനെ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസിൽ വരുന്നതാണ് ലോഗിങ് ആൻഡ് മോണിറ്ററിംഗ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. എയർ ഇന്ത്യയുടെ കേസിൽ നല്ലൊരു എക്സാമ്പിൾ ആണ്. കാര്യം എയർ ഇന്ത്യ അറിഞ്ഞിട്ടുണ്ടായില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നത്, അതിന് വലിയൊരു പ്രശ്നമാണ്. എയർ ഇന്ത്യ പോലുള്ള ഒരു മേജർ എയർലൈനാണ്. എയർ ഇന്ത്യ മാത്രമല്ല കേട്ടോ, 2-3 എയർലൈൻസിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാര്യം ഇവരാരും സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ അത്ര ഫോക്കസ്ഡ് അല്ല എന്ന് പറയുന്നതാണ് സത്യം. കാര്യം സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് കൂടെ ആലോചിക്കണം. 2021 അല്ലെങ്കിൽ ഒരു 2015-21 കാലഘട്ടം എന്നൊക്കെ പറയുന്ന അത്ര വലിയ പോപ്പുലർ അല്ല സൈബർ സെക്യൂരിറ്റി. ഇന്നിപ്പോൾ ദർ ഇസ് എ ബൂം ഇൻ സെക്യൂരിറ്റി, എല്ലാവരും സെക്യൂരിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യാറ്. പക്ഷെ അന്നൊന്നും അത്ര പോപ്പുലർ അല്ല സെക്യൂരിറ്റി. ഒബിയസ്ലി അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് കാലം ബാക്ക് എന്ന് പറഞ്ഞത് ഒരുപാട് കാലം 4 years ആണ്. നമുക്ക് ഒരുപാടെന്ന് പറയാനും പറ്റില്ല. ഞാൻ പറയുന്നത് ഇതിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോബഡി കെയർസ് എന്നുള്ളതാണ്. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി സ്പെസിഫിക്കലി ഞാൻ കണ്ടിടത്തോളം മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈ സെൻസിറ്റീവ് ഇൻഡസ്ട്രീസിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ബാങ്കിങ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ഇൻഡസ്ട്രീസ് ഓൾറെഡി റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട് അത് ഫോളോ. ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന് വേണമെങ്കിലും വേണ്ടെങ്കിലും സെക്യൂരിറ്റി ടേക്ക് കെയർ ചെയ്ത് പറ്റുള്ളൂ. കാര്യം RBI റെഗുലേഷൻ ഉണ്ട്. RBI റെഗുലേഷൻ ഉള്ളപ്പോൾ അവർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. റെഗുലേഷൻ ഉള്ള അല്ലെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ അതുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഇൻഡസ്ട്രീസ്, ഇപ്പോൾ എയർലൈൻസ് അല്ലെങ്കിൽ അതുപോലെ ജനറൽ ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനീസ്, ഇതുപോലുള്ള കമ്പനീസിനൊന്നും ഇങ്ങനെ റെഗുലേഷൻ ശരിക്കും ഇല്ല. ഇവൻ തോ ദർ ഇസ് ആക്ട് DPDP എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, ഡാറ്റ ഡിജിറ്റൽ പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2023 ഓഗസ്റ്റിൽ വന്ന ആക്ടാണ്. അത് എൻഫോഴ്സ്ഡ് അല്ല. അത് 2 വർഷമായിട്ടുള്ള വന്നിട്ട് അത് എൻഫോഴ്സ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരോടും ഒരു റെഗുലേഷൻ ഇല്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊരു റെഗുലേഷൻ ഇല്ല. അങ്ങനെ റെഗുലേഷൻ ഇല്ലാത്ത പക്ഷം, അതായത് അവരെ ആരും നിർബന്ധിക്കാത്ത പക്ഷം അവരാരും അത് ടേക്ക് കെയർ ചെയ്യില്ല. അവർ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പോയിന്റ് വരുന്നത് എപ്പോഴാണ്? എപ്പോഴെങ്കിലും ഒരു അറ്റാക്ക് നടന്ന് അവർക്ക് പണി കിട്ടി കഴിയുമ്പോൾ അവർ പറയും വി നീഡ് സെക്യൂരിറ്റി. അതാണ് മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസ് ചെയ്യുന്ന ഒരു പരിപാടി. ഒരു അറ്റാക്ക് നടന്ന് പണി കിട്ടി കഴിയുമ്പോഴാണ് അവർ പറയാ ഓക്കെ നമുക്ക് സൈബർ സെക്യൂരിറ്റി ആവശ്യമാണ്. അതുവരെ സൈബർ സെക്യൂരിറ്റി ആവശ്യമാണ്. ഒരു കാര്യം, സൈബർ സെക്യൂരിറ്റി ഈസ് എക്സ്പെൻസീവ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സൈബർ സെക്യൂരിറ്റി ഈസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് സെക്യൂരിറ്റി, ഒരു ഓർഗനൈസേഷന് സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൾക്കാരെ ഹയർ ചെയ്യണം, ഹാർഡ്വെയർ സെറ്റപ്പ് ചെയ്യണം, സ്പേസ് വേണം, ഈ പറയാൻ സോഫ്റ്റ്വെയർസ് പർച്ചേസ് ചെയ്യണം. സോഫ്റ്റ്വെയർസ് എല്ലാം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ലൊരു ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു പരിപാടിയാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നോർമലി കമ്പനികൾ എന്താ വിചാരിക്കുക, ആരും എന്നെ അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ, അല്ലെ തന്നെ എന്നെ ആരും അറ്റാക്ക് ചെയ്യാൻ, ഇങ്ങനെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കമ്പനികൾ. എന്ന് പറയുന്നതിനേക്കാളും പേഴ്സണലി ഓരോരുത്തർ ആലോചിച്ചാലും ഇപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ ഒന്ന് സെൽഫായിട്ടൊന്ന് അസസ് ചെയ്ത് നോക്കി. ഹൗ മച്ച് ഡു യു കെയർ അബൌട്ട് യുവർ പ്രൈവസി, യുവർ സെക്യൂരിറ്റി? ഒന്ന് സെൽഫായിട്ട് അസസ് ചെയ്താൽ മതി. ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾ സെൽഫായിട്ട് അസസ് ചെയ്ത് നോക്കി. നിങ്ങളുടെ എല്ലാ ഡിവൈസുകളും നിങ്ങളുടെ എല്ലാ ഡിജിറ്റൽ അക്കൗണ്ടുകളും എല്ലാം ഒരു 100% സെക്യൂരിറ്റി നിങ്ങൾക്ക് തന്നെ ഉറപ്പ് പറയാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വേസ്, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റുകൾ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, നമ്മൾ ആപ്ലിക്കേഷൻസിന് കൊടുക്കുന്ന പെർമിഷൻസ്, ഇങ്ങനെയുള്ള ഓരോ മൈന്യൂട്ട് കാര്യങ്ങളെപ്പറ്റി നമ്മൾ ബോധേഡല്ല. ഭൂരിഭാഗം ആൾക്കാരും ബോധേഡല്ല. ചിലപ്പോൾ 1-2 പേരുണ്ടാവും, പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ അതിനെപ്പറ്റി ബോധേഡല്ല. കാര്യം കൺവീനിയൻസ് മാറ്റേഴ്സ്. സെക്യൂരിറ്റി കൂടുതലാകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം കൺവീനിയൻസ് കുറയുമെന്നുള്ളതാണ്. സെക്യൂരിറ്റി കുറയുമ്പോൾ കൺവീനിയൻസ് കൂടും. അപ്പോൾ കൺവീനിയൻസ് മാറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ സെക്യൂരിറ്റിക്ക് പുറകെ അല്ല, കൺവീനിയൻസിന് പുറകെയാണ് പോയത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ എപ്പോഴും ഓപ്പൺ ചെയ്യേണ്ട ഒരു ആപ്പ് ലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പാസ്വേഡ് ലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിലോ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ഇടുന്നതിന് പകരം ഏറ്റവും എളുപ്പമുള്ളൊരു പാസ്വേഡ് ഇടാനാണ് ചിന്തിക്കുക. കാര്യം നമുക്ക് എപ്പോഴും അത് ഓപ്പൺ ചെയ്യണം. അതായത് കൺവീനിയൻസിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റിയാണ് നമ്മൾ ഭൂരിഭാഗവും കോംപ്രമൈസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് കമ്പനികളും ചെയ്യുന്നത്. കൺവീനിയൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടോ സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോംപ്രമൈസ് ചെയ്യുന്നിടത്തല്ല. ഈ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അറ്റാക്ക് നടക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഫൈനുകളാണ് പ്രശ്നം. അതായത് ഇപ്പോൾ ഈ എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഫൈനുകളൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം ഇന്ത്യയിൽ അങ്ങനെ ഒരു റെഗുലേറ്ററി സിസ്റ്റം ഇല്ല. ഉണ്ട്, DPDP ആക്ട് ആണ്, പക്ഷെ അത് എൻഫോഴ്സ്ഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു റെഗുലേറ്ററി സിസ്റ്റം ഇപ്പോൾ ഇല്ല. അതില്ലാത്തതുകൊണ്ട് എയർ ഇന്ത്യക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതേസമയം നിങ്ങൾ അതേ ന്യൂസിലേക്ക് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എയർലൈൻസ്, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന എയർലൈൻസിന്റെ അവസ്ഥ അതല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ പറയുന്ന പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് എയർവേസിനെ പറ്റി പറയാം. ബ്രിട്ടീഷ് എയർവേസ് വാസ് ഫൈൻഡ് 20 million euros. 20 million euros ആണ്, 20 million pound ആണ് ഫൈൻ ചെയ്തതെന്ന് ആലോചിക്കുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, $20 million എന്ന് പറയുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് അല്ല, അത് വലിയൊരു എമൗണ്ട് ആണ്, ഹ്യൂജ് എമൗണ്ട് ആണ്. ഇതുണ്ടായത് ഡാറ്റ ബ്രീച്ച്. കാര്യം അവിടെ റെഗുലേഷൻ ഉണ്ട്. അവിടെ റെഗുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർ സെക്യൂരിറ്റി പറ്റി ടേക്ക് ചെയ്തില്ല, ഡാറ്റ ബ്രീച്ച് ഉണ്ടായി, ഫൈൻ കിട്ടിയ ചെറിയ എമൗണ്ട് അല്ല. അവർ ശരിക്കും സെക്യൂരിറ്റിക്ക് ചിലപ്പോൾ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചിലപ്പോൾ ഒരു $10 million മതിയായിരുന്നു. $10 million പോലും വേണ്ടി വരില്ല, ഒരു $5-6 million മതിയാവും. പക്ഷേ അവർ ഫൈനായിട്ട് കൊടുക്കേണ്ടത് $26 million ആണ്.
ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ എന്തെങ്കിലും ഒരു പണി കിട്ടുന്ന സമയത്ത് നല്ലൊരു പണിയായിരിക്കും കിട്ടുന്നത്. അത് കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, സെക്യൂരിറ്റിയെ പറ്റി കെയർ ചെയ്യാനായിട്ട് തുടങ്ങും. സോ അപ്പോൾ അവർ ചിലവാക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ഒരു 5-6 മില്യൺ വേണ്ടി വരുന്നിടത്ത് $26 മില്യൺ ഫൈൻ അടയ്ക്കേണ്ടി വന്നു. ഇതേപോലെ മറ്റൊരു കേസാണ് ഊബറിന്റെ ഡാറ്റ ബ്രീച്ച്. ഊബറിന്റെ ഡാറ്റ ബ്രീച്ചും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. ഊബറിനും ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ടായിരുന്നെങ്കിൽ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഒന്നും ഉണ്ടായില്ല. അത് 2021 ഡാറ്റ ബ്രീച്ച് എന്ന് പറയുന്നത് വളരെ വെൽ നോൺ ആണ്. നമ്മുടെ ഊബറിന്റെ 2021 ഡാറ്റ ബ്രീച്ച് ഭയങ്കര മേജർ ഡാറ്റ ബ്രീച്ച് ആണ്. മില്യൺസ് ഓഫ് ഡാറ്റാസ് ആണ് അന്ന് റിലീസ് ആയിപ്പോയത്. ഏകദേശം ഇഫ് ഐ എം നോട്ട് റോങ്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 800 മില്യൺ സംതിങ് ഡ്രൈവർ ഡീറ്റെയിൽസ് ആണ് അന്ന് ലീക്ക് ആയത്. അതിൽ ഊബറിന് കിട്ടിയ ഡാറ്റയുടെ ഫൈൻ നോക്കി കഴിഞ്ഞാൽ $324 മില്യൺ ആണ്. $324 മില്യൺ. അത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പല ഇന്ത്യൻ കമ്പനികളുടെയും ടോട്ടൽ വാല്യുവേഷനെക്കാട്ടി കൂടുതലാണ് എമൗണ്ട് എന്ന് പറയുന്നത്. അത്രയും വലിയ എമൗണ്ടിലാണ് ഊബറിന് ഫൈൻ കിട്ടിയത് ബൈ ഡച്ച് ഡാറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റി. അവർ ഫൈൻ ചെയ്തത്. ഇതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലേക്ക് വരുമ്പോൾ GDPR ഉണ്ട്. അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ റെഗുലേഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ എയർ ഇന്ത്യക്ക് അന്ന് കിട്ടാഞ്ഞത്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതും ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന് ചോദ്യത്തിന്റെ ഉത്തരം പൈസ തന്നെയാണ്. എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് പല കമ്പനികളും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാത്ത. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഈ സൈബർ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ബിസിനസ് ഉണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത് ഇതിന് കൊടുക്കേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെക്കാട്ടിലും വളരെ കൂടിയ ഒരു എമൗണ്ട്. അതിനേക്കാളും ആ ഒരു കസ്റ്റമർ ട്രസ്റ്റ് രണ്ടാമത്തെ കാര്യം. അതായത് ഈ ഫൈൻ ഇത്ര വന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഊബറിന്റെ ഡാറ്റ തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഊബറിൽ $324 മില്യൺ ഫൈൻ വന്നു. ഇതൊരു ഡയറക്റ്റ് കോസ്റ്റ് ആണ് ഡാറ്റ ബ്രീച്ചിന്റെ. ഒരു ഡയറക്റ്റ് ആയിട്ട് ഇത്രയും രൂപ ഫൈൻ അടയ്ക്കേണ്ടതാണ്. ഒരു ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്. അതായത് ഈ ഡാറ്റ ബ്രീച്ച് പുറത്ത് വന്നപ്പോൾ, ആ ഇൻഫർമേഷൻ പുറത്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വേറൊരു കാര്യം കൊണ്ടുണ്ട്. 2 കാര്യമാണ്. അതായത് ഈ $324 അല്ലെങ്കിൽ $1 മില്യൺ ഫൈൻ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇത് ഡാറ്റ ബ്രീച്ച് ഉണ്ടായത് മാത്രമല്ല, ഊബർ അത് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഊബർ അത് പുറത്തു വിട്ടില്ല, ആരും അറിയിച്ചില്ല, കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇത്രയും വലിയ എമൗണ്ട് വന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ എമൗണ്ട് വരില്ല. എനിവേ, കമ്മിങ് ബാക്ക് ടു ദിസ്. അപ്പോൾ ഈ ഡയറക്റ്റ് കോസ്റ്റ് ഈ ഫൈനാണ്. രണ്ടാമത്തെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് എന്ത് സംഭവിക്കും? കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൈവസി അല്ലെങ്കിൽ എൻ്റെ ഡാറ്റ എന്നുള്ള ഒരു കൺസേൺ വരും. അപ്പോൾ കസ്റ്റമറിന് എന്ത് സംഭവിക്കും? കസ്റ്റമറിൻ്റെ ട്രസ്റ്റ് ഇല്ലാണ്ടാവും. അതായത് കസ്റ്റമർ ലോയാലിറ്റി നമുക്ക് നഷ്ടമാവും. ഒരു കസ്റ്റമർ ലോയാലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു കസ്റ്റമറിൻ്റെ ഒരു LTV അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം വാല്യൂ ഉണ്ടല്ലോ. അതായത് ഒരു കസ്റ്റമർ നമ്മളുടെ ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ ആ കസ്റ്റമർ എത്ര രൂപ വരെ ചിലവാക്കാം? ലെറ്റ്സ് സേ ഊബറിൽ ഒരു കസ്റ്റമർ ചിലവാക്കുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത്, ഫോർ ദ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഒരു $10,000 ആണെന്ന് കരുതുക. അതായത് ഒരു കസ്റ്റമറിന് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർ എന്ത് ചെയ്യും? പിന്നെ ഊബർ ഉപയോഗിക്കില്ല. ഊബർ ഉപയോഗിക്കേണ്ടാകുമ്പോൾ ഊബറിന് ആ വഴി ഒരു $10,000 ഒരു കസ്റ്റമറിന് വെച്ച് നഷ്ടം ഉണ്ടാവും. 10,000 ആയിരിക്കും, ചിലപ്പോൾ അതിൽ കുറവായിരിക്കും, കൂടുതലായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇങ്ങനെ ഒരു 10 കസ്റ്റമേഴ്സ് പോയാൽ തന്നെ അതുവഴിയും ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ ആർക്ക് വരുന്നുണ്ട്? ബിസിനസ് വരുന്നുണ്ട്. അതായത് റെപ്യൂട്ടേഷണൽ ഡാമേജ് ബിസിനസ്സിന് ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റുകളും ഉണ്ട്. പിന്നെ ഇതുപോലുള്ള ഫൈനുകളും വരും. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള പണിയാണ് ഒരു സൈബർ സെക്യൂരിറ്റി അറ്റാക്ക് നമുക്ക് തരിക. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ലോഗിങ് ആൻഡ് മോണിറ്ററിംഗ് ഫെയിലിയർ ഉണ്ടാവാനുള്ള മേജർ റീസൺ ഈ ഇൻവെസ്റ്റ്മെന്റിൽ ആൾക്കാർ കാണിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. മീൻസ് ബിസിനസ്സുകൾ കാണിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ സ്റ്റിൽ ടുഡേ ഇന്നും ഈ പറയുന്ന സെക്യൂരിറ്റിയെ പറ്റി അത്ര കെയർ ചെയ്യാത്ത ഒരുപാട് കമ്പനികളുണ്ട് ആൻഡ് വിൽ ബി ദർ. അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും കിട്ടുമ്പോൾ അത് പഠിക്കുമെന്നല്ലാണ്ട് നമുക്കതിനകത്തൊന്നും പറയാനില്ല. ദാറ്റ്സ് ഫോർ ദ വൾണറബിലിറ്റി സെക്യൂരിറ്റി ലോഗിങ് ആൻഡ് മോണിറ്ററിംഗ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രോപ്പർലി മോണിറ്റർ ചെയ്യാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മോണിറ്ററിംഗ് സിസ്റ്റംസ് ഉണ്ട് പക്ഷെ അത് പ്രോപ്പർലി കോൺഫിഗർ ചെയ്യാത്ത അല്ലെങ്കിൽ പ്രോപ്പർലി വെരിഫൈ ചെയ്യാത്തതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ മോസ്റ്റ് ഓഫ് ദ കമ്പനി ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഇത് ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. അതായത് ഈ SOC അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം മോസ്റ്റ്ലി ഇതിനെ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കമ്പനികളും ഈ ഡെലോയിറ്റ്, KPMG, PwC പോലുള്ള കമ്പനികളെ ഏൽപ്പിക്കാണ് ചെയ്യുക. എന്നിട്ട് അവർ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് പറയും, ഓക്കെ നിങ്ങൾ നമ്മളുടെ SOC മാനേജ് ചെയ്യും. അപ്പോൾ അവരായിരിക്കും മോണിറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന. കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ കൂടുതലും ചെയ്യാറ്. പേഴ്സണലി ആ സിസ്റ്റം ഹാർഡ്വെയർ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളായിട്ട് പോയി മേടിച്ച് ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് എംപ്ലോയീസിനെ ഹയർ ചെയ്ത് അവർക്ക് സാലറി കൊടുത്ത് അത്രയും കോസ്റ്റ് വരാതെ നമുക്കൊരു ഫിക്സഡ് കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? SOC ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കൂടുതലും SOC അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റേഴ്സ് ഇതുപോലുള്ള ബിഗ് ഫോറുകളിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാണ് കൂടുതൽ കമ്പനികളും ചെയ്യുക. ഇതിനെയാണ് നമ്മൾ മാനേജ്ഡ് സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ MSSP എന്ന് വിളിക്കും. ഒരുപാട് MSSP എന്താന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ ലേറ്റർ ആയിട്ട് ടൂട്ടോൾ തന്നെ കവർ ചെയ്യുന്നുണ്ടാവും. ഒരു ഡിഫെൻസീവ് മെക്കാനിസം സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു അറ്റാക്ക് വരുമ്പോഴേ ഇൻസ്റ്റന്റ് ആയിട്ട് റെസ്പോൺസ് എടുക്കണം. ആ സ്പോട്ടിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഒരു ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. നമ്മളൊരു വീടിന് മതിലിട്ടുന്ന പോലെ
ബിൽഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്, അങ്ങോട്ടൊരു അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഈ സോക്കിന്റെ പരിപാടി? ഇതൊരു സോക്കാണ്. ഇതൊരു ഇമേജ് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ കുറെ ആൾക്കാർ, കുറെ കമ്പ്യൂട്ടേഴ്സ്, ഒരു വലിയ സ്ക്രീന്, ഇതാണ് സോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് സിമ്പിളാണ്. അവർ ഈ വരുന്ന ഡാറ്റ, വരുന്ന കമ്മ്യൂണിക്കേഷൻസ്, വരുന്ന ട്രാഫിക് ഇതെല്ലാം മോണിറ്റർ ചെയ്യുകയാണ്. ഇത് 24/7 വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ മോണിറ്റർ ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഫ്ലാഗ് ചെയ്യും. അത് അവർ മാനുവലി ഫ്ലാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ അത് ഫ്ലാഗ് ചെയ്തിട്ട് പറയും ഓക്കെ ഇങ്ങനെ അറ്റാക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ അറ്റാക്ക് നടക്കുമ്പോൾ എന്ത് ചെയ്യണം, അടുത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ സോക്ക്, ഇൻസിഡന്റ് റെസ്പോൺസ്, ഇൻസിഡന്റ് ഹാൻഡ്ലിംഗ് എന്നൊക്കെ പറയുന്ന ഡൊമൈനുകളിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ സൈബർ സെക്യൂരിറ്റിയിൽ അതൊരു വേറൊരു എൻറ്റയർലി വേറൊരു വിങ് അല്ലെങ്കിൽ വേറൊരു ഏരിയ ഓഫ് സ്റ്റഡി തന്നെ എന്ന് വേണം പറയാം. പെനിട്രേഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ അറ്റാക്ക് പോലെ അല്ല ഡിഫെൻസീവ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൈഡാണ്. എനിവേ അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ. ഇതാണ് സോക്ക് എന്ന് പറയുന്നത്. 24/7 മോണിറ്റർ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ സെന്റർ. ദാറ്റ്സ് അബൌട്ട് ദാറ്റ് വൾണറബിലിറ്റി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വൾണറബിലിറ്റിയാണ്. സോ ഇതാണ് സെക്യൂരിറ്റി ലോഗിങ് ആൻഡ് മോണിറ്ററിംഗ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 9th വൾണറബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആ ലോഗിങ് സിസ്റ്റം ആണ്. ലോഗിങ് ആൻഡ് മോണിറ്ററിംഗ് എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലൊക്കെ ചെയ്യുന്ന ഒരു സംഭവം. ആര് വന്നു, ആര് പോയി, എന്ത് ചെയ്തു എന്നുള്ളത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക. അവിടെ വേറെ പ്രശ്നങ്ങൾ നടന്നിട്ടില്ല ഒന്ന് മോണിറ്റർ ചെയ്യാന്നൊരു സംഭവമാണ്. അതില്ലാത്തതുകൊണ്ട് വരുന്ന കുറേ ഇഷ്യൂസും കുറേ കാര്യങ്ങളൊക്കെയാണ് 9th വരുന്നത്. ഈ വീഡിയോയിൽ 9th ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് 2021 10th വൾണറബിലിറ്റി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.